നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്നതിൽ ഏറ്റവും വലിയ പർച്ചേസിംഗ് ആണ് കേട്ടോ ഇന്ന്. ഏകദേശം 2 ലക്ഷം രൂപ വില വരുന്ന ഒരു അടിപൊളി സാധനമാണ് കേട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഐറ്റം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതേ ആ പുറകിൽ കിടക്കുന്ന ക്രെയിനയിലാണ് കേട്ടോ. അത്രയും ഹെവി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ സാധനം നമുക്ക് അടുത്തോട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ സാധനം കണ്ടല്ലോ, നമ്മുടെ ചാനലിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെവി ഐറ്റം ആണ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമായിരിക്കും സാധനം എന്താന്ന്. ഇത് ഫുള്ള് നമ്മൾ അൺബോക്സ് ചെയ്ത് ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സാധനം നമുക്ക് അൺബോക്സ് ചെയ്യണം. പക്ഷേ ഇനിയിപ്പോൾ ഇതിനെ അൺബോക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം കേട്ടോ. കാരണം നമ്മളിത് വീഡിയോസിലും കാര്യങ്ങളിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു 3D പ്രിന്റർ മേടിക്കണമെന്ന്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാനും നമ്മളെ പ്രിന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ വിളിച്ചിട്ടുണ്ട്. ആള് ഇതിലൊരു എക്സ്പേർട്ട് ആണ് കേട്ടോ. അതില് ഹായ് ചേട്ടാ. അപ്പോൾ ഇതാണ് അതുല്. അപ്പോൾ അതിലാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനും അതുപോലെ അസംബിൾ ചെയ്യാനും പിന്നെ എനിക്കൊരു പ്രിന്റും എടുത്ത് തരണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. അതെന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുൾ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്താലോ. അപ്പോൾ ഇതേ 4 സൈഡിലും ഇതുപോലത്തെ ക്ലിപ്പ് വരുന്നുണ്ട്. മാറ്റി വെക്കാമല്ലോ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മെയിൻ കവർ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. സാധനം നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ലുക്ക് വൈസ് ഞാൻ ലുക്ക് വൈസ് ആണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. പെർഫോമൻസും കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് പിന്നെ പറഞ്ഞു തരും. ഇനിയിപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്ന ഈ ഒരു പ്രിന്റർ നിങ്ങൾ കണ്ടല്ലോ, ക്രിയാലിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് 3D പ്രിന്റേഴ്സ് ആണ് കേട്ടോ ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ക്രിയാലിറ്റി K2 Pro കോംബോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം 1200 USD ആണ് വില വരുന്നത്. നമ്മുടെ നാട്ടിൽ 1,06,000 രൂപ വരുന്നുണ്ട് കേട്ടോ. ഈ മോഡലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മൾട്ടി കളർ പ്രിന്റിങ്, അതായത് 16 കളേഴ്സ് ഫിലമെന്റ് വരെ നമുക്ക് ഒരേ ടൈമിൽ ഇതിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡ്യുവൽ AI ക്യാമറ വരുന്നുണ്ട്, സ്മാർട്ട് ഓട്ടോ ലെവലിംഗ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബെഡ് സൈസ് വരുന്നത് 300 mm ആണ് കേട്ടോ. 300 mm എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ വിഡ്ത്തും ഹൈറ്റും ലെങ്തും വരുന്ന സാധനങ്ങൾ നമുക്ക് ഒരേ ടൈമിൽ ഇതിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സൈസാണ്. കോംബോ പാക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ 4 കളർ ഫിലമെന്റ് ഇടാനുള്ള ഒരു CFS യൂണിറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിന്ററിന്റെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. 24 കിലോ ആണ് കേട്ടോ ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ PLA, ABS, കാർബൺ ഫൈബർ, അതുപോലെ ഏകദേശം 8ഓളം മോഡൽ ഫിലമെന്റ്സ് നമുക്ക് ഇതിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രിന്റിംഗ് സ്പീഡ് വരുന്നത് 600 mm/s ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് കറണ്ട് പോകുകയാണെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മുടെ പ്രിന്റർ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല കേട്ടോ. ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും. അതെല്ലാം അതിൽ നമുക്ക് പറഞ്ഞു തന്നോളൂ. നമ്മൾ വരുന്ന വീഡിയോസിൽ ഇതിന്റെ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇനി നമ്മുടെ ഗ്യാരേജിലേക്ക് കുറേ അടിപൊളി സാധനങ്ങൾ ഈ പ്രിന്റിൽ പ്രിന്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയും കുറച്ച് സാധനങ്ങൾ നമ്മൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു ഫുള്ള് ഗൈഡ് ഉണ്ട് കേട്ടോ. ഞാൻ ഇവരുടെ ഓൺലൈൻ നോക്കിയപ്പോഴും ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ഗൈഡൻസ് ഇവരുടെ അടിപൊളിയാണ് കേട്ടോ. ഓരോ സ്റ്റെപ്പ് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ബുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യം വരും. ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതൊരു ഹൈപ്പർ PLA 1/2 kg. PLA എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലമെന്റ് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഫിലമെന്റ് സെൻസറും കുറച്ച് കമ്പോണൻസും ആണ്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റിയാലോ. നമ്മൾ പ്രിന്റർ കാണുമ്പോൾ ഇത്രേ ഉള്ളൂ, പക്ഷേ ഇതിനകത്തൊരു വലിയ സാധനം ഇരിപ്പുണ്ട്. CSF എന്ന് പറയുന്ന സാധനം കേട്ടോ. ഞാനിതെല്ലാം ഓൺലൈൻ പഠിച്ചതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഫിക്സ് ചെയ്തേക്കുവാണ്. ഫസ്റ്റ് നമ്മൾ 3D പ്രിന്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മറ്റേ ഫ്രെയിം മാത്രമുള്ള ടൈപ്പാണ് ഞാൻ കണ്ടേക്കുന്നത് കേട്ടോ. ഇത് കുറച്ചും കൂടെ അഡ്വാൻസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലോസ്ഡ് പ്രിന്റേഴ്സിനകത്ത് ചെയ്യാൻ പറ്റുന്ന, എക്സ്ക്ലൂസീവ്ലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ലൈക്ക് ABS, PETG. ഓക്കെ, അതൊക്കെ നമുക്ക് ഈ പ്രിന്ററിൽ ചെയ്യാൻ പറ്റും. കാർബൺ ഫൈബർ ചെയ്യാൻ പറ്റും. കാർബൺ ഫൈബർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈബർ പ്യുവർ കാർബൺ ഫൈബർ അല്ല, കാർബൺ ഫൈബർ ബ്ലെൻഡഡ് ഫിലമെന്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ എന്റെ ഒരു പ്ലാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടൊരു RC കാർ നമുക്കൊരു 1/10 സ്കെയിലോ ഒരു 1/15 സ്കെയിലോ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു വണ്ടിയൊക്കെ പ്രിന്റ് ചെയ്തെടുക്കാൻ തുടങ്ങാം. അതും കംപ്ലീറ്റ് അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ ഡ്രീംസ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അഴിച്ച് മാറ്റേണ്ട സാധനമാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ആകാൻ ഫ്രീ ആയതുകൊണ്ട് ഇതിനകത്ത് സേഫ് ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം നല്ല സെറ്റപ്പായിട്ട് വെച്ചേക്കുന്നത്. ആദ്യം ഇളകത്തൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ഊരി മാറ്റിയിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കണം. നമ്മൾ സാധാരണ അൺബോക്സിങ് പോലെ അല്ല കേട്ടോ. ഇതിനകത്ത് നമുക്ക് കുറേ സാധനങ്ങൾ, എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കുറേ സാധനങ്ങൾ ഞാൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് മോഡലിങ്ങും അതുപോലെ നമുക്ക് മെഷർ ചെയ്തൊരു സാധനം, നമുക്ക് വേണ്ട ഒരു സാധനം മോഡൽ ചെയ്തെടുക്കാനൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. അങ്ങനെ വന്നാലേ ഉള്ളൂ നമുക്ക് കാറും നമുക്ക് വേണ്ട എക്സസറീസ് ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.
ഇത് ജസ്റ്റ് ഇത് ആ, ഫിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കൊടുത്തേക്കുന്നത്. മാത്രമുള്ള ഓക്കെ, അതൊക്കെ റിമൂവ് ചെയ്തെടുത്ത് കളയേണ്ടതാണ്. ഞാൻ ഈ അഴിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടാത്തതിനാണോ നോക്കണം, അല്ല മെയിൻ സാധനമൊക്കെ അഴിച്ചെടുക്കുന്നത്. ഇല്ലില്ല. യൂഷ്വലി ഇങ്ങനത്തെ പ്രിന്റേഴ്സിലെല്ലാം തന്നെ നമുക്ക് മാക്സിമം കസ്റ്റമൈസേഷൻ പറ്റുന്ന രീതിയിലാണ്. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രിന്റർ വന്നതിന്റെ നമുക്ക് പല ഭാഗങ്ങളും നമുക്ക് തന്നെ 3D പ്രിന്റ് ചെയ്ത് മാറ്റി ഈ വേറെ പ്രിന്ററിനെ തന്നെ നമുക്ക് ഈ പ്രിന്റർ വെച്ച് പ്രിന്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്ഗ്രേഡ് ചെയ്യാം, സാധനങ്ങൾ മാറ്റാം, ഓക്കെ, റീപ്ലേസ്മെന്റ് പാർട്സ് ചിലപ്പോൾ നമുക്ക് തന്നെ പ്രിന്റ് ചെയ്ത് വെക്കാം. അതൊരു വെറൈറ്റി ഒരു ഐഡിയ ആണ്. ഞാൻ ഇതുവരെ ആലോചിക്കാത്ത സാധനമാണ്. ഈ പ്രിന്ററിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ നമുക്ക് ഈ പ്രിന്റർ വെച്ച് തന്നെ പ്രിന്റ് ചെയ്ത് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ 4 സ്ക്രൂ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇതിനകത്തെ സാധനങ്ങൾ നമ്മൾ ഇതിനി എടുത്ത് മാറ്റി കഴിഞ്ഞിരിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിന് വലിയ വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണ്. ഇതിന് ഫിലമെന്റ് കയറുമ്പോൾ വെയിറ്റ് ആയി. അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ 3D പ്രിന്റിംഗ് ലാബാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മളിത് വീഡിയോസ് മാത്രമേ കണ്ടുള്ളൂ. അതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നാലും നമുക്ക് ബാക്കി കൂടെ സെറ്റ് ചെയ്യാം. ഇതിനകത്ത് പ്രിന്റ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കേട്ടോ. കാരണം നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളൊരു സാധനം നമ്മുടെ മുമ്പിൽ ഒരു മെഷീൻ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംതിങ് ഭയങ്കര ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ ഇത് ടെക്നിക്കൽ വീഡിയോ ഒന്നും അല്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്ന സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യാം കേട്ടോ. ഈ ഒരു പീസും അതുപോലെ തന്നെ ഈ മുകളിലത്തെ പീസും അല്ലേ, ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. ഇല്ല, ഓക്കെ, പാക്കിങ്ങിന് വേണ്ടി സപ്പോർട്ടിന് വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഈ 2 പീസ് നമ്മൾ മാറ്റി വെക്കുവാണ്. ഇതാണ് നമ്മുടെ ബെഡ്. ഇതാണ് നമ്മുടെ മെയിൻ അല്ലേ, നമ്മുടെ പ്ലാറ്റ്ഫോം. അതെ, ദൂരെ എടുക്കാൻ പറ്റുമോ? അല്ല, ഇതിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പണ്ടൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോഴത്തേന് പ്രിന്റ് ചെയ്ത സർഫസിൽ നിന്ന് ഊരി വരത്തില്ല. അപ്പൊ നമ്മൾ ചുറ്റിയൊക്കെ വെച്ച് അടിച്ച് ഊരി എടുക്കുമായിരുന്നു. ഇതേന്ന് വിട്ടു പോരത്തില്ല. ഇപ്പൊ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഫ്ലെക്സിബിൾ ബെഡാ. അപ്പൊ അത് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യുമ്പോൾ സാധനം വിട്ടുവരും. ഇത് മെറ്റലാണോ? മെറ്റല. ഇത് ഡ്യുവൽ സൈഡാ. ഈ സൈഡിലും പ്രിന്റ് ചെയ്യാം, ഈ സൈഡിലും പ്രിന്റ് ചെയ്യാം. ഇങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റിക് ആണ് കേട്ടോ. പൊസിഷൻ ഒന്നും ചേഞ്ച് ആയി പോകത്തില്ല. ഇല്ല, എഡ്ജിൽ 2 ഗൈഡ്സ് ഉണ്ട്. നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അടുത്ത കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട്. വെറുതെ ഊരി എടുത്താൽ മതി. ഇത് ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടിയാണ് വെച്ചേക്കുന്നതാണ്. അതിൽ പറയുന്ന ഭയങ്കര ടെക്നിക്കൽ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇതിന് നമ്മളെ കണ്ണി കണ്ട പേരൊക്കെ പറയുന്നുണ്ട്. ഇവിടെയാണ് ഇനി ഫ്യൂച്ചറിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ മൂവ് ചെയ്താണ് പ്രിന്റ് ചെയ്യുന്നത്. അത് എല്ലാ ആക്സസിലോട്ട് മൂവ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ 3 ഡയമെൻഷൻ ആയിട്ട് 3D അല്ലേ. ഇത് 2D മൂവ് ചെയ്യും. ബാക്കി ഹൈറ്റ് ബെഡാണ് മുകളിലോട്ട് പൊങ്ങിയത്. ചിലതിൽ അല്ലാതെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി. വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷന്റെ കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാർട്സ് നമുക്ക് ഇതിലേക്ക് അസംബിൾ ചെയ്യാനുണ്ട്. ഇതിന്റെ മോണിറ്ററും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ജസ്റ്റ് നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാന്നുള്ളൂ. സംഭവങ്ങൾ എന്താണെന്നൊന്നും ടെക്നിക്കലി എനിക്കറിയത്തില്ല. നമുക്ക് പിടിപ്പിക്കാൻ ഫിലമെന്റ് വിടാനുള്ള ഒരു ട്യൂബ്, ഫിലമെന്റ് ഇതിനകത്തോടെ കയറി പ്രിന്ററിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. ഞാനിത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് കുറേ സെൻസേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഫിലമെന്റ് കയറി പോകാനുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമുള്ളത് നമ്മുടെ സ്ക്രീനാണ് കേട്ടോ. 4 ഇഞ്ച് LED ടച്ച് സ്ക്രീൻ ആണല്ലേ ഇതിൻ്റെ കൂടെ. ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. ജസ്റ്റ് ഇതിലിട്ടിട്ട് സിമ്പിൾ ആയിട്ട് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫുൾ കൺട്രോൾ, പ്രിന്ററിന്റെ ഫുൾ കൺട്രോൾ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ഇപ്പോൾ ഈ കവറിനകത്ത് വരുന്നത് മുകളിലത്തെ ഗ്ലാസ് ആണ്. ഇവിടെ ജസ്റ്റ് നമുക്ക് പിടിച്ചിങ്ങനെ ആകും നോക്കാനൊക്കെ ഉള്ള ഒരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബോക്സ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബോക്സ്, ഇതിന്റെ പേര് വേറെ എന്തൊക്കെയാണ്. നമ്മുടെ ഫിലമെന്റ് ഇടാനുള്ള സ്ഥലം അത്രേ ഉള്ളൂ. അതുപോലെ 4 എണ്ണം നമുക്ക് ഇതിനകത്ത് 4 കളർ ഫിലമെന്റ് ആഡ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ടൈമിൽ പറയുവാണെങ്കിൽ ക്രിയാലിറ്റി CFS ആണ് കേട്ടോ. ക്രിയാലിറ്റി ഫിലമെന്റ് സിസ്റ്റം, അതാണ് ഇതിന്റെ പേര്. പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ വെച്ച് കഴിയുമ്പോഴത്തേനും ഇതിന്റെ ലുക്ക് ഭയങ്കരമായിട്ട് മാറി കേട്ടോ. നല്ല രസമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്തൂടെയാണ് നമ്മുടെ ഫിലമെന്റ് മെഷീനകത്തോട്ട് വരുന്നത്. കഴിഞ്ഞു. പക്ഷെ അതിലെ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇനി പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഞാനിത് കുറച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഇത് വേണമെങ്കിൽ എനിക്ക് ചെയ്യായിരുന്നു കേട്ടോ. അതിനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ പറഞ്ഞാ കേട്ടോ. അപ്പം സംഭവം ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ പതുക്കെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ സാധനം പ്ലഗ് ഇൻ ചെയ്യുന്നു. ഐശ്വര്യമായിട്ട് അങ്ങ് ഓൺ ചെയ്യാം. അല്ല, അതിൽ തന്നെ ഓൺ ആക്കിയാൽ മതി. അതിൽ ഓൺ ആക്കിയോ? ഓക്കെ, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ലൈറ്റ് വന്നോ? അകത്ത് ലൈറ്റ് ഉണ്ട്. അടിപൊളി. കണ്ടു കഴിഞ്ഞാൽ ഒരു മുമ്പ് ലാബ് പോലെയൊക്കെ ഉണ്ട്. നല്ല ആംബിയൻസ് ഉണ്ടല്ലേ. ബേക്കേഴ്സ് ആംബിയൻസ്. ശരിയാണ് കേട്ടോ, നൈസാണ്. ലുക്ക് എന്താണെങ്കിലും നൈസാണ്. ഇനി ഇതിന്റെ പ്രിന്റ് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് വൈഫൈ വെച്ചിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വൈഫൈ വെച്ചിട്ട് റിമോട്ട്ലി വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രിന്റ് ചെയ്യാം, പ്രിന്റ് സ്റ്റോപ്പ് ചെയ്യാം, പ്രിന്റ് മോണിറ്റർ ചെയ്യാം, വീഡിയോ എടുക്കാം. ഇതിനകത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനും പറ്റും. അതെ, ക്യാമറ ഇതിനകത്ത് എവിടെയായിരുന്നു? എവിടെയായിരുന്നു കേട്ടോ ക്യാമറ വരുന്നത്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതൊക്കെ നെക്സ്റ്റ് അടിച്ചേക്കട്ടെ. സെലക്ട് ഡിറ്റക്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും.
എന്ന് വെച്ചാൽ ഇതിപ്പം സെൽഫ് ചെക്ക് ചെയ്യാൻ പോവാം കംപ്ലീറ്റ്ലി. ഓ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. കൂളിംഗ് ഫാനിന്റെ ആണ്. പെട്ടെന്ന് സൗണ്ട് കൂടിയിട്ടുണ്ട്, എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവര് കംപ്ലീറ്റ് ഇപ്പോഴത്തെ ഇത് ചെക്ക് ചെയ്യുവാണ് നമ്മുടെ പ്രിന്ററിന്റെ സ്റ്റേറ്റ് എന്താന്നുള്ള. നമ്മൾ ഈ സാധനം എടുക്കാൻ മറന്നു. ഒരു സാധനം എടുക്കാൻ മറന്നു, ഇപ്പൊ അതിൽ ഉരുകിയല്ലേ? ഇല്ല ഉരുകൂല. ഇതൊരു ഹീറ്റിംഗ്, അതാണ് ഹീറ്റർ, സിലിക്കൺ ഹീറ്റിംഗ് ആണ്. ആ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് അത്രയും ഹീറ്റാണ്. ബെഡ് മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇമാര് സാമ്പിൾ ഇത് പ്രിന്റ് ചെയ്യുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കുവാണ്. ഈ ഒരു പ്രിന്റ് ബെഡ് ശരിക്കും 100 ഡിഗ്രി വരെ ചൂടാകും കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ പ്രിന്റ് ചെയ്യുന്ന നോസൽ കണ്ടല്ലോ, അത് 300 ഡിഗ്രീസ് ആണ്, അത് ഹീറ്റ് ആയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. ഈ ഒരു മെഷീന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബേസിക്കലി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെ പറയാൻ പറ്റുന്നത്? ഒരു മെഷീന്റെ ഒരു ഇനിഷ്യലി മെഷീൻസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 mm/s ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ 3D പ്രിന്റിംഗ് വന്ന സമയത്ത്. പക്ഷെ ഇപ്പം ഏകദേശം നമുക്കൊരു 300 to 500 mm/s ഒക്കെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെഷീനിലേക്ക് 300 mm/s ഒക്കെ. അപ്പൊ അത് ഭയങ്കര ഡിഫറൻസ് പണ്ടത്തെ കാലം. എനിക്കിത് കണ്ടിട്ട് തന്നെ തോന്നുന്നത് റോബോട്ടൊക്കെ മിനി റോബോട്ട് ആണല്ലേ. ഒരു കരിയുന്ന സ്മെല്ലാണ്, പക്ഷെ പുത്തൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്മെല്ല്. എനിക്ക് അതിലൊക്കെ ഇത് സ്ഥിരം നിങ്ങൾ ഫീൽ ചെയ്യുന്ന എന്നാ പ്രിന്റിംഗ് തുടങ്ങിയത്? 3D പ്രിന്റിംഗ് 2015-16 സമയത്തൊക്കെ പ്രിന്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് സ്വന്തമായിട്ട് ഫുൾ സ്കെയിൽ ചെയ്യാൻ തുടങ്ങിയത് 2019 സമയത്ത്. ഇന്നാണോട്ടെ ഞാൻ ശരിക്കും അതിൽ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ ഇതുവരെ ഫോണിൽ കൂടെയുള്ള സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോവിഡ് വന്ന സമയത്ത് നമ്മൾ മാസ്ക് ഒക്കെ ഇറങ്ങിയായിരുന്നല്ലേ, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഫേസ് ഷീൽഡ് വന്നായിരുന്നു. ഇങ്ങനെ മറ്റേ കയറ്റി വെക്കാം, കണ്ണാടി പോലെ കയറ്റി വെക്കാൻ പറ്റുന്ന ഫേസ് ഷീൽഡ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ഫസ്റ്റ് കേരളത്തിൽ പ്രിന്റ് ചെയ്യുന്നത് അതുലിന്റെ കമ്പനിയാണ് കേട്ടോ. കമ്പനിയുടെ പേരെന്തായിരുന്നു? അൾട്രാടെക്. അപ്പൊ അതെനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്ന ഒരു സാധനമാണ്, ഡോക്ടേഴ്സ് ഒക്കെ സ്ഥിരം വെച്ചുകൊണ്ടുന്ന സാധനമാണ് കേട്ടോ മറ്റേ ഷീൽഡ്. മാസ്ക് എല്ലാവർക്കും ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവരുടെ കമ്പനി ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കും ചെക്ക് ചെയ്ത് നോക്കാം. കുറെ അടിപൊളിയായിട്ടുള്ള 3D പ്രിന്റ്സും കാര്യങ്ങളൊക്കെ ഒരു പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചെക്ക് കംപ്ലീറ്റഡ് വന്നിട്ടുണ്ട്. ഇനിഷ്യൽ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ സാധനം വർക്കിംഗ് ആയി. നമുക്ക് പ്രിന്റ് ചെയ്താൽ മാത്രം. അപ്പൊ ഇത് ഡയറക്റ്റ് നമുക്ക് ഇനി പ്രിന്റ് ചെയ്യാം. ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാം. രണ്ട് കാര്യം ചെയ്താൽ മതി. ഒന്ന് ഫിലമെന്റ് ലോഡ് ചെയ്യാം. ഫിലമെന്റ് ഇട്ട് കൊടുക്കണം, എന്നാലേ കൊണ്ടുവരുള്ളൂ. വേണേ നമുക്ക് 4 ഇടാം, പക്ഷെ നമ്മളിപ്പോ ഒറ്റ ഫിലമെന്റ് തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യാം. സിംഗിൾ കളറിൽ ഇട്ട് നോക്കാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ കിട്ടിയ ഒരു ഫിലമെന്റ് ആണ് കേട്ടോ ഇത്. വേറെ ഒരു 4 ഫിലമെന്റ് കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതെല്ലാം ഫിലമെന്റ്സ് ആണ്, വേറെ വേറെ കളേഴ്സ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മള് എക്സ്റ്റൻഷൻ കോഡ് അല്ലേ. എക്സ്റ്റൻഷൻ കോഡ് മാത്രമല്ല, ഞങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനം ഫിഷിങ്ങിന് നമ്മുടെ റോള് വരുന്നത് ഇതുപോലെ ആയിട്ട്. നമ്മൾ നൂല് മേടിക്കുമ്പോൾ ഏകദേശം ഇതുപോലെ വരുന്നത്. എന്നാൽ ഇത് ഫിലമെന്റ് ഇടുന്നൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മൾ നോക്കിയത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന. ഓക്കെ. ബട്ട് അതിലൊരു മോട്ടർ ഉണ്ട്. അതിന് ഇതിങ്ങനെ ലോഡ് ചെയ്ത് അകത്തോട്ട് പുഷ് ചെയ്ത് കഴിയുമ്പോൾ പെർമിഷൻ തന്നെ എടുത്തോളൂ അത്. ഓ അടിപൊളി. ഇതാണ് ഫിലമെന്റ് വന്നു. ഇതിനകത്തൂടെ ഫിലമെന്റ് വരുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടില്ല. ഈ ഒരു വില്ലീസിന്റെ ഒരു ചെറിയ മോഡൽ നമ്മളൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഈ പ്രിന്റ് ചെയ്യുന്ന ജീപ്പ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എന്താണെങ്കിലും ഫുൾ ആയിട്ട് കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ജീപ്പിന്റെ മോഡലാണ്. അപ്പോൾ മോഡൽ വേണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാം. എനിക്കത് പഠിക്കണം. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കുറേ സൈറ്റ് ഉണ്ടല്ലേ? ഇഷ്ടംപോലെ സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു സൈറ്റാണ്. അപ്പോൾ ഇതിന് നമ്മളൊരു മോഡൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ജീപ്പിന്റെ 3D മോഡൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പ്രിന്ററിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മളിത് ക്രിയാലിറ്റിയുടെ തന്നെ സ്ലൈസിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് നിന്നാണ് നമ്മൾ പ്രിന്റ് വിടുന്നത് അല്ലേ? അതെ, ഇതിനകത്താണ് നമ്മൾ മൊത്തം നമ്മുടെ കസ്റ്റമൈസേഷൻ ചെയ്യുന്നത്. ഏത് കളർ വേണം പ്രിന്റ് ചെയ്യാൻ, എത്ര സ്പീഡിൽ പ്രിന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ബെഡ് കാണുന്നത് അല്ലേ? അതെ, നമ്മുടെ പ്രിന്ററിനകത്തുള്ള അതിന്റെ സൈസാണ് ഈ കാണുന്നത്. നമ്മൾ എടുത്തേക്കുന്നത് ഈ ഒരു ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്കെയിൽ വരുന്ന സ്കെയിൽ മോഡലാണ്. പക്ഷേ ഇത് നമുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. ഞാനിത് കുറച്ച് യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു 4 പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബെഡിൽ ഫിറ്റ് ആകുന്ന അത്ര ഇത് പ്രിന്റ് ചെയ്യും. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരും കേട്ടോ. ഇതുണ്ടല്ലോ, പ്രിന്റിംഗ് ടൈം കാണിക്കുന്നത് 31 മിനിറ്റ് ആണ്. അതുപോലെ ഫിലമെന്റ് വെയിറ്റ് വരുന്നത് 8.6 ഗ്രാം ആണ് കേട്ടോ. അപ്പൊ യൂസ് ചെയ്യാൻ പോകുന്നത് ലോഡിങ്. ഓക്കെ, അപ്പൊ പ്രിന്ററിലോട്ട് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കും. പ്രിപ്പയറിംഗ് ടു പ്രിന്റ്. ഗൈസ് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ് പ്രിന്റർ വട്ട് പിടിച്ച പോലെ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഫിലമെന്റ് ഇവിടുന്ന് ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേ ഇതിലേക്ക് ഓടി നടക്കുന്നു. അവിടെ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് പോയല്ലോ. അത് ഇനിഷ്യലൈസേഷൻ ലൈൻ സ്റ്റാർട്ട് ചെയ്തു. ഓ മൈ ഗോഡ്, ഇത്ര സ്പീഡിലാണോ പോകുന്നത്? ഇത് സ്പീഡ് കുറവാണ്. നമുക്ക് കുറവാണോ? അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി സ്പീഡിൽ ഇടാം. മോനെ ജീപ്പിന്റെ പടം വരച്ച് വെച്ചിട്ടുണ്ട്.
ഇത് ഫസ്റ്റ് ലെയറാ നമ്മൾ ആദ്യം കണ്ട. നമ്മൾ ആദ്യം കണ്ട ലെയർ, ബേസ് ലെയർ ആണല്ലേ ഗൈസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രിന്റ് ചെയ്യുന്ന സാധനം കുറച്ച് കഴിയുമ്പോൾ ഒരു ജീപ്പായിട്ട് നമുക്ക് കിട്ടാൻ പോവാണ്. ശരിക്കും എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ട് ഒരു 3D പ്രിന്റർ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, നമുക്കൊരു പ്രിന്റ് എങ്ങനെയായിരിക്കും നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നതെന്നൊക്കെ. പക്ഷെ ഇത് റിയൽ ആയിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അത് പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അതില് എന്തായാലും താങ്ക് യു സോ മച്ച്. കാരണം അതിൽ എന്നോട് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്തൊക്കെ, ചേട്ടാ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നമുക്കത് സെറ്റ് ചെയ്യാം, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. പക്ഷെ ഇത്രയും സിമ്പിൾ ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനാണ് കേട്ടോ. നമ്മളത് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ എന്താണുള്ള സാധനം പ്രിന്റ് ചെയ്തത് 30 മിനിറ്റ് ആണ് കേട്ടോ ഇനി പറയുന്നത്. ഗൈസ് അങ്ങനെ നമ്മുടെ ജീപ്പ് പ്രിന്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇനിയിപ്പോ ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചൂട് വേണോ അതിന്? ബെഡിന് കുറച്ച് ചൂടുണ്ട്. ഓക്കെ. ഈ ബെഡ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ പക്ക നീറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വൈറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്യാം. എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരോ? ഇപ്പൊ ഏകദേശം തണുത്തിട്ടുണ്ട്. തണുത്തിന് നമ്മൾ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യും, ഒരു ഒച്ചയേക്കാം. ഓ ഏതുണ്ടല്ലോ, നമ്മുടെ ഒരു കുഞ്ഞൻ റിലീസാണ് കൈയിരിക്കുന്നത്. ഡീറ്റെയിലിങ് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രിന്റ് ചെയ്തതിൽ ഒന്നാമത്തെ റിലീസാണ് ഈ കൈയിരിക്കുന്നത്. നമ്മുടെ ഈ പ്രിന്ററിന് ഏകദേശം പ്രൈസ് വന്നേക്കുന്നത് 1.5 ലക്ഷം രൂപയാണ്, 1.25 ലക്ഷം രൂപയാണ് കേട്ടോ ഇതിന് പ്രിന്ററിന് വില വന്നേക്കുന്നത്. ഇതിന്റെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡൽസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് റിയാലിറ്റിയുടെ ഒക്കെ തന്നെ ബിഗിനർ ഫ്രണ്ട്ലി സാധനങ്ങളുണ്ട്. അപ്പം ഏറ്റവും ബേസിക് മോഡലിന് ചിലപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഇത്രയും ക്വാളിറ്റി കണ്ടില്ലെങ്കിലും ബേസിക് സ്ട്രക്ചർ നമുക്ക് കിട്ടും. പക്ഷെ ഫിനിഷിങ് നല്ല വ്യത്യാസം കാണുമായിരിക്കും. അതാണ് നമ്മളൊരു ലക്ഷറി കാർ എടുക്കുന്നത് നോർമൽ ഒരു കാർ എടുക്കുന്ന തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. കുറച്ച് കംഫർട്ട് അല്ലെങ്കിൽ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള കുറച്ച് അങ്ങനത്തെ ക്വാളിറ്റീസ് വ്യത്യാസമുണ്ട്. ഇതെന്നാൽ ഇതൊക്കെ കട്ട് ചെയ്ത് നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രിന്റ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള നമുക്ക് എത്ര എണ്ണം പ്രിന്റ് ചെയ്യണം? അതിൽ ഒരു 4 എണ്ണം പ്രിന്റ് ചെയ്യാം. അപ്പൊ മൊത്തത്തിൽ ടോട്ടൽ 5 എണ്ണം ആവും. അപ്പൊ 5 എണ്ണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ അയച്ചു തരും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പൊ നമ്മുടെ മോഡലിനെ നമ്മൾ ക്ലോൺ ചെയ്ത് നോക്കുന്നു. ഇവിടെ 4 കോപ്പി കൊടുക്കണം കേട്ടോ. എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ സ്ലൈസ് ചെയ്യുന്നു. കൊടുത്തു. ഓക്കെ, പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രിന്ററിനകത്തോട്ട് നമ്മുടെ ഫയൽ വന്നിട്ടുണ്ട്. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം. നമ്മുടെ ആപ്പിനകത്ത് നമുക്ക് ക്യാമറ ഉണ്ട് കേട്ടോ. നമ്മുടെ പ്രിന്റർ എന്താ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം, ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ. അതെന്താണല്ലോ അടിപൊളിയാണ്. നമുക്ക് വേണമെങ്കിൽ മൊബൈലിൽ നിന്നൊക്കെ ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 4 സെറ്റ് ജീപ്പിന്റെ പ്രിന്റിങ് തുടങ്ങിയിട്ടുണ്ട്. പറക്കാണ് കേട്ടോ ആള്. അതെ, ഇപ്പൊ തീരുന്നതിന് മുമ്പ് ഇനി പണി കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോ ഒരു സാധനം കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒരു എയർ പ്യൂരിഫയർ ആണ്. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്യൂരിഫയർ അല്ല. ഇതിന്റെ വില വരുന്നത് ഏകദേശം 50,000 രൂപയാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടുകൂടെ കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഏകദേശം പ്രൈസിങ് മനസ്സിലായി കാണുമായിരിക്കും. അപ്പൊ ഇത് റിയാലിറ്റിയുടെ തന്നെയാണ്. ഇത് മേടിക്കാൻ ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്നോട് ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു. 3D പ്രിന്റേഴ്സ് അത് ഏതാണേലും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര ഹെൽത്തി അല്ല അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഇതിനെ കുറച്ച് എനിക്ക് തോന്നുന്നു എന്തൊക്കെ ഫ്യൂംസ് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരം നമ്മളത് ഇൻഹേൽ ചെയ്യുന്ന അത്ര ഹെൽത്തി അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സാധനം മേടിച്ചിരിക്കുന്നത്. ഓൾറെഡി എന്റെ റൂമിൽ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഗ്ലൂവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 16 കിലോ എങ്ങാണ്ടാണ്. പ്രോസസ്ഡ് കാർബൺ അതൊക്കെ വെച്ചിട്ടാണ് അല്ലേ ഫിൽട്ടർ ചെയ്യുന്നത്. കാർബൺ ഫിൽട്രേഷനും പിന്നെ എപ്പ ഫിൽട്ടർ. ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. റിയാലിറ്റിയുടെ തന്നെ സ്മോക്ക് പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ ഇത് സ്പെഷ്യലി നമ്മുടെ 3D പ്രിന്ററിന് വേണ്ടിയുള്ളതാണ്. ഇത് നമുക്ക് ഓക്കെ ഹൈടെക് ലുക്ക് ആണ് കേട്ടോ. ഒരു കമ്പ്യൂട്ടർ പോലെ ഉണ്ട്. ലുക്ക് എന്താണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ സാധനം അതുപോലെ തന്നെ പെർഫോമൻസും തരുന്നതായിരിക്കും. റിയാലിറ്റിയുടെ ബ്രാൻഡിങ് ഒക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ കിട്ടിയ ഒരു ബോക്സും കൂടെ നമുക്ക് തുറന്നു നോക്കാം. ഇതിനകത്ത് ഇതേന്ന് പ്രിന്ററിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഹെവി ഡ്യൂട്ടി. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ, അപ്പൊ ഇതോടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മളിത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് PM എന്ന് കാണിക്കുന്നുണ്ടല്ലോ. അത് നമ്മുടെ റൂമിൽ ഇപ്പോൾ ഉള്ള പാർട്ടിക്കിൾസിന്റെ ആ ഒരു നമ്പറാണ് കേട്ടോ. PM എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. ഓക്കെ, 3 മോഡുണ്ട്. ഇപ്പോൾ നമ്മളിത് 1, 2, 3. അപ്പോൾ നമ്മൾ സാധനം ഓണാക്കിയത് പ്രിന്ററിന്റെ പുറകിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പെർമനന്റ് ആയിട്ട് അവിടെ ഫിക്സ് ചെയ്യണം. ഇതെന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള പ്രിന്റ്സ് ഇവിടെ റെഡി ആവുന്നുണ്ട്. 5 വില്ലീസ് ആണ് നമ്മൾ എല്ലാവർക്കും ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഈ ഗിവ് അവേ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ ജസ്റ്റ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ നമ്മൾ ഈ 5 ജീപ്പ് നമ്മുടെ ഫോളോവേഴ്സിന് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതേ കണ്ടീഷൻ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. വൈറ്റ് കളറാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ പെയിന്റ് ചെയ്ത് മോഡിഫൈ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ പ്രിന്ററിന്റെയും പ്യൂരിഫയറിന്റെയും ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എന്തായാലും ഇതിനെ ഫുള്ളി എക്സ്പെരിമെന്റ് ചെയ്യും. നമുക്ക് നമ്മുടെ വണ്ടികളൊക്കെ പ്രിന്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫോർച്യൂണറും അതുപോലെ തന്നെ നമ്മുടെ മാരുതി SS8 ഒക്കെ നമ്മൾ ഈ ഡിസൈനിൽ ഈ ഒരു 1/8 സ്കെയിലിൽ പ്രിന്റ് ചെയ്യാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. താങ്ക് യു. എന്തായാലും വീണ്ടും കാണണ്ട, വീണ്ടും ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും.
എപ്പോഴാണ് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ പ്രിന്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ മുമ്പിൽ ഇരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പ്രിന്റ് ചെയ്ത ജീപ്പിന്റെ ആ ഒരു ഷീറ്റ് ഇതാണ്. നമ്മൾ അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഷീറ്റ് ഇങ്ങനെയാണ് വരുന്നത് ജീപ്പ്. അത് അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീപ്പിന്റെ ലുക്ക് ഇതേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല രസമാണ്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വില്ലീസ് ജീപ്പാണ് കേട്ടോ. 5 എണ്ണമാണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു എക്സ്പെരിമെന്റ് പോലെ ഓൺലൈൻ കണ്ടപ്പോഴത്തേക്കിനും ഈ മോഡൽസ് എല്ലാം തന്നെ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇതെല്ലാം നമ്മൾ ഓൺലൈൻ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് നോക്കിയതാണ് ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി. അപ്പോൾ നമ്മുടെ SSITയുടെ ഒരു മോഡൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതത്ര പ്രോപ്പർ അല്ല, എന്നാലും പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ രസമാണ്. ഇതും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. പിന്നെ ചെയ്തതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ലിസാർഡ്. ഇത് ശരിക്കും ആർട്ടിക്കുലേറ്റഡ് ലിസാർഡ് എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ജോയിൻസ് ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, പ്രിൻ്റർ തന്നെ ഈ രീതിയിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരും കേട്ടോ. അതിന് പ്രത്യേകിച്ച് വേറെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആകുന്ന ഒരു സാധനമാണ് ഇത്. നല്ല രസമുണ്ട്, ഡീറ്റെയിലിങ്ങും അത്യാവശ്യം രസമുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കുറേ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ കീ ഹോൾഡറാണ്, ഗ്യാരേജ് കീ ഹോൾഡറാണ്. ഇവിടെ നമ്മൾ കീ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാരേജ് ഇങ്ങനെ തുറക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഹോട്ട് വീൽസും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഒരു കാറ് നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാറ് നമുക്ക് കയറ്റി ഗ്യാരേജായിട്ട് വെക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ കീ ഇട്ട് കഴിയുമ്പോൾ കണ്ടോ. പിന്നെ ആ ഒരു കീ ഹോൾഡറിനകത്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു ബാരലും ഇതൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തതിൽ വലിപ്പം കൂടിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറോമയാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, നമ്മുടെ ഒരു 1/64 അല്ല, എനിക്ക് തോന്നുന്നത് 1/32 അല്ലെങ്കിൽ 1/24 ഒക്കെ സ്കെയിൽ വരുന്ന ഒരു ഡയറോമയാണ്. ഇതിനകത്ത് ഈ പാർട്സ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് പ്രിന്റ് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഒരു ഷെൽഫും കാര്യങ്ങളും വരുന്നുണ്ട്, പിന്നെ ഒരു ബാരൽ വരുന്നുണ്ട്, പിന്നെ വേറൊരു റാക്ക് വരുന്നുണ്ട്. സംഭവം രസമാണ് കേട്ടോ. ഇതൊന്ന് പെയിൻറ്റ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ മൾട്ടി കളർ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇനി പരീക്ഷ നോക്കണം, അതെല്ലാം നമ്മുടെ അടുത്തുള്ള വീഡിയോസിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം എന്തായാലും രസമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്കോട്ടെ. ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ചെയ്തത് ഈ ഒരു പെൻ ഹോൾഡറാണ് കേട്ടോ. ഇത് യാതൊരു സപ്പോർട്ടും ഇല്ലാതെയാണ് ഈ ഡിസൈൻ എല്ലാം പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം, നല്ല ക്വാളിറ്റിയിലാണ്, നല്ല ഫിനിഷിങ്ങിലാണ്. നമുക്ക് ആ പ്രിൻറ്റിങ്ങിൻ്റെ ലൈൻസ് ഒന്നും അറിയാൻ പറ്റുന്ന പോലുമില്ല. പിന്നെ നമ്മൾ ചെയ്തതിൽ ഏറ്റവും വലിയ പ്രിൻറ്റ് ഒരു ഫ്ലവർ വൈസ് ആണ്. ഇത് നമ്മളൊരു ഓറഞ്ച് ഫിലമെൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആണ്. നോർമലി 3D പ്രിൻസിൽ കാണുന്ന ആ ഒരു ലൈൻസ് ഒന്നും ഇതിനകത്ത് ഒരുപാട് വിസിബിൾ അല്ല. ഈ സൈഡൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് യാതൊരു സപ്പോർട്ടും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ മോഡലെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത മോഡൽസ് ആണ്. നമുക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് മോഡൽസ് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു സാധനം ഡിസൈൻ ചെയ്ത്, നമ്മുടെ സ്വന്തം സാധനം ഡിസൈൻ ചെയ്ത് നമുക്ക് വേണ്ടി പ്രിന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ തന്നെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ നമുക്ക് മിനിയേച്ചറോ അല്ലെങ്കിൽ വലുതാണെങ്കിലും പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും, നമ്മുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിൽ ഈ പ്രിന്ററിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും കേട്ടോ. ഞാനും പഠിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ മാക്സിമം പറഞ്ഞു തരാം. അപ്പോൾ പ്രിന്ററിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു ക്രെയിൻ വേണമെന്ന് പറഞ്ഞ് വിളിച്ച് പറയുമ്പോഴത്തേക്കിനും എൻ്റെ ഫ്രണ്ട് ബിനു അവൻ്റെ സ്വന്തം വണ്ടിയാണ് കേട്ടോ നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും അവർ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യണേ. മതിയോ? അയ്യോ, വേണ്ട, ഞാൻ പറയാൻ വരുമായിരുന്നു. അയ്യോ, റെക്കോർഡിംഗ് ആണോ? ആ.